സമുദ്രത്തിലെ അജേയരായ അധികാരത്തിന്റെ പ്രതീകമായിട്ടാണ് നൂറ്റാണ്ടുകളായി വിമാനവാഹിനി കപ്പലുകളെ ലോകരാജ്യങ്ങൾ കണ്ടുവരുന്നത്. ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്തിന്റെ തീരത്ത് ചെന്ന് ആധിപത്യം ഉറപ്പിക്കാൻ ഈ ഭീമൻ കപ്പലുകൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യ യുദ്ധക്കളത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ്. തോക്കുകളുടെയും പീരങ്കികളുടെയും സ്ഥാനത്ത് ഇന്ന് ഡേറ്റ സിഗ്നലുകളും സെൻസറുകളും നിശബ്ദമായ ഡ്രോണുകളും കടലിലെ ഈ ഭീമന്മാരെ വെല്ലുവിളിക്കുകയാണ്. വലിപ്പത്തെക്കാൾ വേഗതയ്ക്കും ബുദ്ധിക്കും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മാറിയിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധം മുതൽ കടലിലെ രാജാക്കന്മാരായിരുന്നു വിമാനവാഹിനി കപ്പലുകൾ. ശീതയുദ്ധ കാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശക്തി പ്രദർശനത്തിൽ പ്രധാന ആയുധം ഇവയായിരുന്നു. ഉദാഹരണത്തിന് നിമിറ്റ്സ് ക്ലാസ് കപ്പലുകൾ ഒരു ചെറിയ നഗരത്തിന്റെ വലിപ്പമുള്ളവയാണ്. ഏകദേശം 90ഓളം യുദ്ധവിമാനങ്ങൾ, 5000-ലധികം സൈനികർ, അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ഈ ഭീമൻ ഘടന തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഇവയുടെ പ്രധാന ബലഹീനതയും. വലിയൊരു വസ്തുവിനെ റഡാറുകളിൽ കണ്ടെത്തുക എളുപ്പമാണ്. ഇതിനെയാണ് റഡാർ ക്രോസ് സെക്ഷൻ എന്ന് വിളിക്കുന്നത്. കപ്പലിന്റെ വലിയ പുകക്കുഴലുകളും മാസ്റ്റുകളും റഡാർ തരംഗങ്ങളെ തിരിച്ചയക്കുന്നതിനാൽ ശത്രു രാജ്യങ്ങൾക്ക് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് തന്നെ ഇവയെ നിരീക്ഷിക്കാൻ സാധിക്കും. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ അസാമാന്യമായ യുദ്ധമുറ എന്ന പദം വളരെ പ്രധാനമാണ്. തുല്യമായ ശക്തിയില്ലാത്ത രണ്ട് രാജ്യങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ദുർബലരായ പക്ഷം സ്വീകരിക്കുന്ന ബുദ്ധിപരമായ നീക്കമാണിത്. ഇവിടെയാണ് ഇറാന്റെ പ്രാധാന്യം. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെ നേരിടാൻ ഇറാൻ മറ്റൊരു വലിയ കപ്പലല്ല നിർമ്മിക്കുന്നത്, മറിച്ച് കുറഞ്ഞ ചിലവിലുള്ള നൂറുകണക്കിന് ചെറിയ ആയുധങ്ങളെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇറാൻ കടലിൽ പരീക്ഷിക്കുന്നത് സ്വാം അറ്റാക്ക് എന്ന രീതിയാണ്. കോടികൾ വിലയുള്ള ഒരു കപ്പലിനെ ലക്ഷ്യമാക്കി ഒരേ സമയം നൂറുകണക്കിന് സ്പീഡ് ബോട്ടുകളും ചെറിയ ഡ്രോണുകളും പാഞ്ഞെടുക്കുന്നു. ഒരു വിമാനവാഹിനി കപ്പലിന് ഒരേ സമയം 10-20 ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ 300ഓളം ബോട്ടുകൾ ഒരേ സമയം വിവിധ ദിശകളിൽ നിന്നും വരുമ്പോൾ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടും. ഇതിനെയാണ് സാച്ചുറേഷൻ അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. ഒരാനയെ ആയിരക്കണക്കിന് ഉറുമ്പുകൾ ചേർന്ന് വീഴ്ത്തുന്ന അതേ തന്ത്രം. പരമ്പരാഗത റഡാറുകൾക്ക് ഭൂമിയുടെ വളവ് കാരണം ഒരു പരിധിക്കപ്പുറം നിരീക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ ഓവർ ദി ഹൊറൈസൺ റഡാറുകൾ ഈ പരിധിയെ മറികടക്കുന്നു. ഇറാൻ വികസിപ്പിച്ചെടുത്ത ഗാദർ, സെഫർ തുടങ്ങിയ റഡാർ സംവിധാനങ്ങൾ റേഡിയോ തരംഗങ്ങളെ അന്തരീക്ഷത്തിലെ അയോണോസ്ഫെയറിലേക്ക് അയക്കുന്നു. അവിടെ നിന്ന് പ്രതിഫലിക്കുന്ന തരംഗങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള വലിയ വസ്തുക്കളെ കണ്ടെത്തും. റഡാർ നൽകുന്ന വിവരങ്ങൾ സ്വീകരിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്നത് നിരീക്ഷണ ഡ്രോണുകളെയാണ്. മൊഹജൻ 6 പോലുള്ള ഡ്രോണുകൾ മണിക്കൂറുകളോളം ആകാശത്ത് വട്ടമിട്ട് പറന്ന് കപ്പലുകളുടെ കൃത്യമായ ദൃശ്യങ്ങൾ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നു. ആധുനിക സ്റ്റെൽത്ത് കപ്പലുകൾക്ക് പോലും ഇത്തരം നിരന്തരമായ നിരീക്ഷണ ശൃംഖലയെ വെട്ടിച്ചു മാറുക എന്നത് പ്രയാസകരമാണ്. വിമാനവാഹിനി കപ്പലുകളുടെ അന്ത്യം കുറിക്കാൻ ശേഷിയുള്ളതാണ് ആധുനിക കപ്പൽവേദ മിസൈലുകൾ. ഇതിൽ പ്രാധാന്യം ഇറാന്റെ ഗാലിഷ് ഫാർസ് എന്ന ബാലിസ്റ്റിക് മിസൈലാണ്. സാധാരണ മിസൈലുകൾ ലക്ഷ്യത്തിലേക്ക് നേരിട്ട് വരുമ്പോൾ ഇവ അന്തരീക്ഷത്തിന്റെ മുകളിൽ നിന്ന് കുത്തനെ കപ്പലിലേക്ക് പതിക്കുന്നു. മറ്റൊരു അപകടകാരിയാണ് അബു മഹ്ദി ക്രൂയിസ് മിസൈൽ. ഇത് സമുദ്രനിരപ്പിനോട് ചേർന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന മിസൈലാണ്. കപ്പലിലെ റഡാറുകൾക്ക് മിസൈൽ വളരെ അടുത്തെത്തുന്നത് വരെ അതിനെ കണ്ടെത്താൻ കഴിയില്ല. പ്രതികരണം സമയം കുറയുന്നത് കപ്പലിന്റെ നാശത്തിന് കാരണമാകുന്നു. ഇന്നത്തെ കാലത്ത് യുദ്ധം നടക്കുന്നത് കപ്പലിലല്ല, മറിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലാണ്. ഒരു വിമാനവാഹിനി കപ്പൽ അതിന്റെ റഡാറുകളും ആശയവിനിമയ സംവിധാനങ്ങളും സജീവമാക്കുമ്പോൾ അത് പുറത്തുവിടുന്ന സിഗ്നലുകൾ ശത്രുവിന് ലഭിക്കും. ഈ സിഗ്നലുകൾ വിശകലനം ചെയ്ത് കപ്പലിന്റെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കാൻ ശത്രുവിന് കഴിയും. ഇതിനെ ഇലക്ട്രോണിക് ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നു. കൂടാതെ ശത്രുവിന്റെ റഡാറുകളെ കണ്ണുവെട്ടിക്കാനും അവരുടെ കമ്പ്യൂട്ടർ ശൃംഖലയിൽ തെറ്റായ വിവരങ്ങൾ നൽകാനും ഇലക്ട്രോണിക് യുദ്ധമുറയിലൂടെ സാധിക്കും. അതായത് കപ്പലിലെ സൈനികർ തങ്ങളുടെ റഡാറിൽ ഒരു ശത്രുവിനെയും കാണുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ മിസൈലുകൾ കപ്പലിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടാകും. അമേരിക്കയുടെ ഏറ്റവും പുതിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റഡാറുകളിൽ നിന്നും പരമാവധി ഒളിച്ചു നിൽക്കാനാണ്. ഇതിനെയാണ് സ്റ്റെൽത്ത് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റെൽത്ത് എന്നത് അദൃശ്യമാവുക എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് റഡാറുകളിൽ പ്രത്യക്ഷപ്പെടാറുള്ള സാധ്യത കുറയ്ക്കുക മാത്രമാണ്. ഇൻഫ്രാറെഡ് സെൻസറുകൾക്കോ OTH റഡാറുകൾക്കോ ഇത്തരത്തിൽ കപ്പലുകളെ കണ്ടെത്താൻ ഇന്നും സാധിക്കും. ഭാവിയിൽ യുദ്ധം ചെയ്യിക്കുന്നത് കൂടുതൽ ആയുധങ്ങൾ ഉള്ളവരല്ല, മറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉള്ളവരായിരിക്കും. ആധുനിക കാലത്തെ നിരീക്ഷണ ശൃംഖലകൾ അത്രമേൽ ശക്തമാണ്. സാറ്റലൈറ്റുകൾ, ഡ്രോണുകൾ, കടലിനടിയിലെ സെൻസറുകൾ എന്നിവ ചേർന്ന് സമുദ്രത്തെ പൂർണ്ണമായും നിരീക്ഷിക്കുന്നു. ഈ മാറ്റം വലിയൊരു തന്ത്രപരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നു. ഒരു വിമാനവാഹിനി കപ്പൽ തകരുന്നത് ഒരു വലിയ സൈനിക പരാജയം മാത്രമല്ല, അതൊരു രാജ്യത്തിന്റെ അഭിമാനത്തിന് ഏൽക്കുന്ന വലിയൊരു ആഘാതം കൂടിയാണ്. അതിനാൽ തന്നെ ഇത്തരം വലിയ കപ്പലുകളെ ശത്രുവിന്റെ തീരത്തേക്ക് അയക്കാൻ വികസിത രാജ്യങ്ങൾ ഇപ്പോൾ മടിക്കുന്നു. ഇതിനെ ഏരിയ ഡിനയൽ തന്ത്രം എന്നാണ് വിളിക്കുന്നത്. അതായത് ശത്രുവിന്റെ തീരത്തേക്ക് കടക്കാൻ അനുവദിക്കാത്ത വിധം മിസൈലുകളും ഡ്രോണുകളും കൊണ്ട് ഒരു വേലി തീർക്കും. ചുരുക്കത്തിൽ വിമാനവാഹിനി കപ്പലുകൾ ഇന്നും സമുദ്രത്തിലെ കരുത്തുറ്റ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും അവയുടെ ആധിപത്യത്തിന് ഇളക്കം തട്ടിയിരിക്കുന്നു. ഇറാന്റെ മറ്റ് യുദ്ധതന്ത്രങ്ങൾ തെളിയിക്കുന്നത് ചെറിയ ചിലവിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ
കൊണ്ട് വലിയ സൈനിക ശക്തികളെ നിശ്ചലമാക്കാൻ കഴിയുമെന്നാണ്. ആധുനിക സമുദ്ര യുദ്ധം എന്നത് കപ്പലുകൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് സെൻസറുകൾ തമ്മിലുള്ള യുദ്ധമാണ്. ആരാണ് ആദ്യം കണ്ടെത്തുന്നത്, ആരാണ് ആദ്യം സിഗ്നലുകൾ തകർക്കുന്നത് എന്നിലാണ് ജയപരാജയങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. വലിപ്പമേറിയ കപ്പലുകൾക്ക് പകരം ചെറുതും വേഗതയേറിയതും സാങ്കേതികമായി തികഞ്ഞതുമായ സംവിധാനങ്ങളിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. കടലിലെ രാജാക്കന്മാർക്ക് ഇനി നിലനിൽക്കണമെങ്കിൽ അവർക്ക് ആയുധത്തെക്കാൾ കൂടുതൽ ബുദ്ധിയും സാങ്കേതിക വിദ്യയും ആവശ്യമാണ്.